നിന്റെ ആദ്യ ഷോ അല്ലാതാ നിന്റെ ആദ്യ ഷോ കാണാൻ ആരാധകരുടെ കൂടെ ഫസ്റ്റ് ടിപ്സിനെ കാണാൻ ഉണ്ടാവും, നാട്ടിലുണ്ടാവും. എവിടെ ഉണ്ടാകണമെന്ന് പറയണോ? അല്ല, എനിക്ക് ആഗ്രഹമുണ്ട്. അന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് അന്ന് ഇവിടെ വരാൻ സാധിക്കുമെങ്കിൽ ചിലപ്പോൾ കാണും. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആഗ്രഹമുണ്ട്. പിന്നെ ആഗ്രഹം ഉണ്ടാവില്ലേ. പിന്നെ ഫ്രഷ് ഷോ കാണുക എന്ന് പറയുന്നത് ഒരു വലിയ ജോലിയാണ്. നല്ല കാര്യമാണ്. അതിൻ്റെ അകത്തോട്ട് ഇറങ്ങി വരുമ്പോഴുള്ള പ്രശ്നമുണ്ട്. എന്താ ചോദിക്കാൻ? ഞാൻ വരണോ, നിൽക്കണോ, പോണോ? അപ്പോൾ ഉറപ്പ് പറഞ്ഞ് ചെയ്യണ്ടേ? അപ്പം അത് അന്ന് എന്നിട്ട് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ. വരും, വരാതിരിക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. നിങ്ങൾ ചെയ്തോ. ഇയാൾ ഇതിൽ ഭയങ്കര പ്രധാനപ്പെട്ട റോൾ അഭിനയിച്ച ആളാണ്. ഏറ്റവും പുള്ളി സിനിമ കാണുമ്പോഴും അതെ ഭയങ്കര ഞാൻ കാരണമാണല്ലോ ഇത് സംഭവിച്ചെന്ന് പറയാം. വേറെ നമുക്ക് വൈകിട്ടൊരു കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഏതാ? ശരി. ഓ, അതുണ്ടല്ലേ. അല്ല, അല്ല, അദ്ദേഹം കുറേ സമയം സഹദേവന്റെ സെക്കൻഡിൽ സഹദേവന് ആ കുട്ടിയുടെ അവരുടെ കുട്ടികളുടെ മൊഴികളിൽ സഹദേവന്റെ പണി പോയി. സഹദേവൻ പോലീസല്ല, പണി പോയി. പുള്ളി വേറെ വഴിയിൽ പോയി. സഹദേവന്റെ ക്യാരക്ടർ അങ്ങനെ പോയി. എന്താണ് താങ്ക് യു. ഞാൻ ഈ ഷർട്ട് മാറാൻ പറഞ്ഞിട്ട് ഞാൻ മാറാതെ ഇട്ടുകൊണ്ട് വന്നതാണ് അല്ലേ. താങ്ക് യു. ഓരോ സിനിമ എടുക്കുമ്പോഴും അതിന്റെ ഇടയിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, വർഷങ്ങളുടെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പം നേരത്തെ ജിത്തേട്ടൻ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സിന് കഥ മാറുന്നതിനനുസരിച്ച് ക്യാരക്ടേഴ്സിന് മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പം ഈ ഗ്യാപ്പിനിടയിൽ വീണ്ടും ഈ ക്യാരക്ടറായി മാറുമ്പോൾ ഒഫ്കോഴ്സ് ആ ക്യാരക്ടറിന് പിന്നെയും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ആ കഥാപാത്രമായി പിന്നീട് മാറുമ്പോൾ അതെങ്ങനെയാണ് ഡയറക്ടർ മാജിക്? അല്ല, ഈ നമുക്ക് ദൃശ്യത്തിലെ 1-ലെയും 2-ലെയും ജോർജ് കുട്ടിയെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതുപോലെ 3-ലേക്ക് വരുമ്പോൾ ആ കഥാപാത്രം ഓൾറെഡി ഉള്ള കഥാപാത്രമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ ഈ കഥാപാത്രത്തെ മാത്രം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ജോർജ് കുട്ടി എങ്ങനെയാണ് പെരുമാറുന്നത്, അയാളുടെ മനസ്സിൽ എന്താണെന്നൊക്കെ ഉള്ളത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പലപ്പോഴും നമ്മൾ പല സിനിമകൾ ചെയ്യുമ്പം അതിലെ കഥാപാത്രത്തെ നമുക്കൊരു ഉൾക്കൊള്ളാൻ സാധിക്കും. പക്ഷേ ഇതുവരെ എനിക്ക് മനസ്സിലാകാത്ത, എനിക്ക് പിടിതരാത്ത ഒരാളാണ് ജോർജ് കുട്ടി. കാര്യം അയാൾക്ക് ഭയം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു. കാര്യം ജോർജ് കുട്ടി അങ്ങനത്തെ ഒരാളല്ല. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഈ നേരത്തെ പറഞ്ഞ പോലെ അയാൾക്കും ഒരു 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 ഗിൽറ്റ് എന്ന് പറയുന്ന ഒരു നരകം പോലെയാണെന്നാണ് പറയുന്നത്. ഗിൽറ്റ് ഇസ് ലൈക്ക് ഹെൽ. അതിങ്ങനെ നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അയാൾ ഒരു മർഡറൊന്നും ചെയ്ത ആളല്ല, അയാളൊരു ക്രൈം കമ്മിറ്റ് ചെയ്ത ആളല്ല, അയാൾ ആ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ആളാണ്. പക്ഷെ എത്ര നാൾ അയാൾ ഇത് ഹോൾഡ് ചെയ്യും? അവരുടെ കുട്ടികളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇതെന്താണ്, ഞങ്ങൾക്ക് എന്താ സംഭവിക്കേണ്ടത്? ഇതിനൊരു അവസാനം ഒരു എല്ലാ കുറ്റപ്പെടുത്തലുകളും അയാളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കാര്യം നിങ്ങളുടെ കാരണമാണ് ഞങ്ങളിത് സഹിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു കൾമിനേഷൻ, ഇതെല്ലാത്തിനും ഒരു അവസാനം വേണം എന്നാഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ് ജോർജ് കുട്ടി. അപ്പം അങ്ങനെ ആഗ്രഹിച്ചു. അതിന് എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. ജോർജ് കുട്ടിക്ക് എന്താ സംഭവിച്ചെന്ന്. ജോർജ് കുട്ടി ഒരു ഭീരുവല്ല. കാര്യം അയാൾക്ക് ഓൾറെഡി അയാൾക്കറിയാം എന്നായാലും ഇത് എക്സ്പെക്ട് ചെയ്ത്, ഇതൊരു ലൈക്ക് ഡെത്ത് പോലെയാണ്. മരണം നമുക്ക് സംഭവിക്കുന്നറിയാം, പക്ഷെ എന്ന് സംഭവിക്കും നമുക്കറിയില്ല. പക്ഷെ അതിലൊരു ഫിയർ ഉണ്ടാവും അല്ലേ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു. പക്ഷേ അത് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു പ്രത്യേക ഫിലോസഫിയിൽ ജീവിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ ജോർജ് കുട്ടിയെ കാണുന്നത്. അയാൾക്കറിയാം എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം ഇത് സംഭവിക്കും, പക്ഷേ എൻ്റെ കുടുംബത്തിനെ അതിൽ ഒന്നും സംഭവിക്കാതെ നോക്കേണ്ട കടമ എനിക്കുള്ളത് കൊണ്ട് ഐ വിൽ ടേക്ക് ദ ബ്ലെയിം എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു ഫിലോസഫിക്കൽ ഒരു ചിന്തയുള്ള ഒരാളായിട്ടാണ് ജോർജ് കുട്ടി പറഞ്ഞത്. 4-ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയല്ല, അയാൾ ഇവോൾവ് ചെയ്യുന്നു. ആ ക്യാരക്ടർ ഈ 13 വർഷം കൊണ്ട് അയാളും ഒരു ഇവോൾവ് ചെയ്തിട്ട് വേറൊരു ഒരു ഫിലോസഫിക്കൽ തലത്തിലേക്ക് എത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
കൂടുതൽ ഈ കാര്യം വേണമെങ്കിൽ ജിത്തു പറയും. ഇതാണ് മെയ് 21 ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടും കൂടെയാണ് ദൃശ്യം 3 എത്തുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്ലാനിങ് എങ്ങനെയായിരുന്നു, ശരിക്കും എങ്ങനെയാണ് റിലീസ് ഡേറ്റിലേക്ക് വന്നതെന്ന് പറയാം. അതും ഒരു അറിയാതെ സംഭവിച്ചൊരു കാര്യമായിട്ട് വേണമെങ്കിൽ പറയാം. കാര്യം നമ്മൾ ഈ സിനിമ നേരത്തെ റിലീസ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തതാണ്. പിന്നാണത് നമ്മുടെ ഒരു മിഡിൽ ഈസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ മെയ് 21 എന്ന് പറയുന്നത് നമ്മളൊരു സിനിമ റിലീസ് ചെയ്യേണ്ടത് ഒരു വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയൊക്കെയാണ്. ഞങ്ങൾ അല്ലാതെ വളരെ അത്യാപൂർവം സിനിമകൾ വേറെ ദിവസങ്ങളിൽ റിലീസ് ചെയ്യും. പക്ഷെ നമ്മൾ നോക്കിയപ്പം മെയ് 21 ഒരു വ്യാഴാഴ്ചയാണ് വരുന്നത്. അപ്പോൾ അതൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ഒരിക്കലേ ഒരു ചാൻസ് കിട്ടുള്ളൂ. കാര്യം എത്രയും ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ, ആ സിനിമ നമ്മുടെ പിറന്നാളിന് അത് കൊടുക്കുക എന്ന് പറയുന്നത് എന്നെക്കാട്ടിൽ കൂടുതൽ ആൻ്റണിയുടെ അഭിപ്രായമായിരുന്നു. അപ്പോൾ അതൊരു വലിയ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഇനി എല്ലാ പിറന്നാളിനും ഓരോ സിനിമ എടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, അത് ദിവസങ്ങളും കൂടെ വരണം. അപ്പോൾ ഇതൊരു വ്യാഴാഴ്ചയാണ് വരുന്നത്. ആൻഡ് ഏറ്റവും നമുക്ക് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ജോർജ് കുട്ടിയും ഈ ദൃശ്യം എന്നുള്ളത്. അപ്പോൾ ആ ദിവസം വന്നത് വളരെ ഒരു പോസിറ്റീവായിട്ട് ഞങ്ങൾ കാണുന്നു. അതൊരു പിറന്നാൾ സമ്മാനമായിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ ഉള്ള ഒരു ധൈര്യം ഞങ്ങൾക്കുണ്ടായി. കാര്യം ഒരു മോശം സിനിമയൊന്നും ആയിരിക്കില്ല. കാര്യം ഈ പ്രേക്ഷകരായ ഇതിൽ ഒന്നും കള്ളത്തരങ്ങളൊന്നുമില്ല. കാര്യം ആ ജോർജ് കുട്ടിക്കും ഫാമിലിക്കും നടന്ന എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും എന്താണ് സംഭവിച്ചെന്നറിയാം. അതിൽ നിന്ന് അയാൾ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ ആ പിറന്നാൾ ദിവസം ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായിട്ട് ഞാൻ കാണുന്നു. ആൻ്റണിക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറയാം.